മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ക്രിമിനൽ ശിക്ഷാ നടപടി വേണമെന്ന ഹൈക്കോടതി. വാഹനങ്ങൾ പിടിച്ചെടുക്കാനും നിർദ്ദേശം. കനാലിലേക്ക് മാലിന്യം വരുന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. തലസ്ഥാന നഗരിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട നടപടികൾ നിരന്തരം നിരീക്ഷിക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു. റോഡുകളിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ കൊച്ചി കോർപ്പറേഷനും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശം പുറത്തുവരികയാണ്. ഒപ്പം തന്നെ രൂക്ഷമായ വിമർശനം സർക്കാരിനും ഉന്നയിക്കുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നേരത്തെ അമിക്കസ് ക്യൂറി ഹൈക്കോടതി മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ടാണ് തലസ്ഥാന നഗരം ഇപ്പോഴത്തെ സ്ഥിതി അതീവ മോശമാണെന്നുള്ള ഒരു വിലയിരുത്തൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ളത്. തലസ്ഥാന നഗരമാണ്, അതുകൊണ്ട് തന്നെ വൃത്തിയുള്ളതായിരിക്കണം. നഗരത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് അമിക്കസ് ക്യൂറി നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ ദയനീയ അവസ്ഥയാണെന്നും ഹൈക്കോടതി വിമർശന സ്വരത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ മാലിന്യ പ്രശ്നം, അതിന്റെ നടപടികൾ ഓരോന്നായിട്ട് പരിശോധിക്കുമെന്നാണ് തദ്ദേശ സെക്രട്ടറിയോട് ഹൈക്കോടതി ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അനധികൃതമായിട്ട് ഈ നഗരത്തിൽ മാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നവരുണ്ടെന്നാണ് തദ്ദേശ സെക്രട്ടറി ഓൺലൈനായി ഹാജരായിക്കൊണ്ട് കോടതി മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പിഴയടക്കമുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ, വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനായിട്ടുള്ള മറ്റ് നടപടികൾ, ഇതൊക്കെ തന്നെ സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ആമയിഴഞ്ചാൻ തോട് പൂർണ്ണമായി ശുചീകരിക്കുന്നതിനുള്ള പദ്ധതി അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി വരികയാണ്. ഈ ട്രാഷ് ബൂമുകൾ അടക്കം എല്ലാ ദിവസവും വൃത്തിയാക്കും. കനാലുകളുടെ വേരുകൾ പൊളിഞ്ഞു കിടക്കുന്നത് ഉടൻ ശരിയാക്കാൻ നിർദ്ദേശം നൽകിയതായിട്ടും തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഓൺലൈനായി ഹാജരായിക്കൊണ്ട് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആരുടെ മേലും പഴിചാരുന്നില്ല, മറിച്ച് കാര്യങ്ങൾ യഥാവിധം നടന്നേ മതിയാകൂവെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ക്രിമിനൽ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും തദ്ദേശ വകുപ്പ് സെക്രട്ടറിയോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ കനാലിലേക്ക് ഈ മാലിന്യം വരുന്നതിന്റെ ഉറവിടം അത് കണ്ടെത്തി പരിഹരിച്ചാൽ മതിയാകൂ എന്നും ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സമയബന്ധിതമായിട്ട് തന്നെ തലസ്ഥാന നഗരിയിലെ മാലിന്യ പ്രശ്നം, അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ നടപടികളൊക്കെ തന്നെ നിരന്തരം ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യും. എന്തായാലും കൊച്ചി കോർപ്പറേഷന് നേരെയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. റോഡുകളിലെ മാലിന്യം ദിനംപ്രതി കുന്നുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡുകളിലെ മാലിന്യം നീക്കം ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ലെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കൊച്ചിയെ സംബന്ധിച്ചും ഉള്ളത്. എന്തായാലും നിലവിൽ ഈ റെയിൽവേയുടെ പരിസരങ്ങളിലെ മാലിന്യം അത് നീക്കം ചെയ്യണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ട്രാക്കുകളുടെ അരികുവശങ്ങളിലൊക്കെ തന്നെ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം കിടക്കുന്നുണ്ട്. ഇത് ട്രെയിനുകളിൽ നിന്ന് വീഴുന്നവയാണ്. ആ ഭാഗത്തെ മാലിന്യങ്ങൾ അടക്കം നീക്കം ചെയ്തുകൊണ്ട് വൃത്തി ഉള്ളതാക്കി മാറ്റുവാനായിട്ടുള്ള നടപടികൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കൊച്ചി നഗരത്തിലെ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഹൈക്കോടതി പരിഗണിച്ചത്. ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലെ മാലിന്യ പ്രശ്നത്തിനുള്ള അതിന്റെ നടപടികൾ തദ്ദേശ വകുപ്പ് കൃത്യമായിട്ട് പൂർത്തീകരിക്കണം. അതിന്റെ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഭാവിയിൽ ഉണ്ടാകും. വിഷ്ണു. യെസ്, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.